5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കൺസിഡർ ചെയ്യുന്നു. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത ഡൊമൈനിലെ ഒരു പോയിന്റാണ് സി. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് സി എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും സെയിം ആയിട്ട് വരണം. അതായത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്ന ഡൊമൈനിലെ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇതാണ് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ. ഇനി നമുക്കറിയാം, ഇപ്പം ഗ്രാഫ് നമ്മൾ ചില ഫങ്ഷൻസിൻ്റെ ഗ്രാഫ് കണ്ടിട്ടുണ്ട്. y ഈക്വൽ ടു എക്സിൻ്റെ ഗ്രാഫ്, y ഈക്വൽ ടു എക്സിൻ്റെ ഗ്രാഫ് നോക്കിക്കേ. ഇങ്ങേ അറ്റത്തുനിന്ന് തുടങ്ങി തുടർച്ചയായി ഇങ്ങ് പോരുവാണ്. അതായത് y ഈക്വൽ ടു എക്സിൻ്റെ ഈ ഗ്രാഫ് കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഏത് ഫംഗ്ഷനായിട്ട് പറയാം? ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇനി മോഡുലസ് എക്സിൻ്റെ ഗ്രാഫ്, മോഡുലസ് എക്സിൻ്റെ ഗ്രാഫ് അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു വി ഷേപ്പാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോഡുലസ് എക്സിൻ്റെ ഗ്രാഫ് നോക്കിക്കേ, തുടർച്ചയായിട്ട് പോവാണ്. അപ്പോൾ ഇതും കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അതായത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതേപോലെ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ഗ്രാഫ് എങ്ങനെയാണെന്ന് ഓർക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/xൻ്റെ ഗ്രാഫ് വരച്ച് നോക്കുക. ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, അതായത് എക്സ് നോട്ട് ഈക്വൽ ടു 0. എക്സ് 0 ആവരുത്, കാരണം 1/0 നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടിന്യൂസ് ആണോ എന്ന് നിങ്ങളൊന്ന് ഗ്രാഫിൽ കൂടെ നോക്കുക. ഇനി നമുക്കറിയാം, ഇപ്പം എക്സ് ഈക്വൽ ടു 3 എന്നൊരു പോയിന്റ് ആണെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഈ ഒരു പോർഷനിലെ പോയിന്റ് 3+ ആയിരിക്കുമല്ലോ. അതേപോലെ ഈ സൈഡിലത്തെ പോയിന്റ് ആണെങ്കിലോ 3- ആയിരിക്കും. അതായത് ഇപ്പോൾ ഈ 3 എന്നുള്ളൊരു പോയിന്റ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ 3-നേക്കാളും കൂടുതലായുള്ള വാല്യൂസ് അല്ലേ വരുന്നത്. ഈ 3യുടെ ലെഫ്റ്റ് സൈഡിലേക്ക് 3-നേക്കാളും കുറവായ വാല്യൂസ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എന്നാണ് പറഞ്ഞത്. അതായത് എക്സ് ഈക്വൽ ടു സി എന്നൊരു പോയിന്റ് എടുത്താൽ ഈ പോയിന്റുകൾ എന്തായിരിക്കും? C+ ആയിരിക്കും. ഇങ്ങോട്ടുള്ള പോയിന്റുകളൊക്കെ സിയേക്കാളും കുറവ്, C- ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ സി എന്നൊരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള വാല്യൂസ്, അതായത് ഇപ്പോൾ ഇതിൻ്റെ ലിമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ സൈഡിലെ ലിമിറ്റ്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു C+ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിനെ നമുക്ക് ഈ സിയുടെ റൈറ്റ് സൈഡിലുള്ള വാല്യൂസ് ആണ് C+. അപ്പോൾ നമുക്കിതിനെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് വിളിക്കാം. അതേപോലെ സിയുടെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുമ്പോൾ C- ആണ്. ഈ ലിമിറ്റുകളെ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു C- എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അതായത് സിയുടെ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് എഴുതാം. അപ്പോൾ എക്സ് ഈക്വൽ ടു സിയിൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈ പോയിന്റിലെ ലിമിറ്റിനോട് ഈക്വൽ ആയിരിക്കണം. അതായത് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈ പോയിന്റിലെ ലിമിറ്റും, അതായത് C+ൻ്റെ സൈഡിലോട്ടുള്ള ലിമിറ്റ്, C- ലിമിറ്റ്, ആ പോയിന്റിലെ ലിമിറ്റ്, അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ആ പോയിന്റിലെ ലിമിറ്റും സെയിം ആയിട്ട് വന്നാൽ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു C+ എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു C- എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു C എഫ് ഓഫ് എക്സും സെയിം ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ നമുക്ക് അറ്റ് ദ പോയിന്റ് സി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു C എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സി ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ എഫ് ഓഫ് സി എന്ന് എഴുതിയത്. അതായത് ഇത്രയുമേ ഉള്ളൂ കാര്യം. ഒരു പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ലിമിറ്റും റൈറ്റ് സൈഡിലെ ലിമിറ്റും ആ ഒരു പോയിന്റിലെ ലിമിറ്റും മൂന്നും സെയിം ആയിട്ട് വരണം. ഇനി ഈ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി. അങ്ങനെയാണ് നമ്മൾ ഈ ഡെഫിനേഷനിലേക്ക് എത്തിച്ചേർന്നത്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x മൈനസ് 3 ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0, അറ്റ് എക്സ് ഈക്വൽ ടു -3 ആൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 5. അതായത് നമുക്ക് ഡെഫിനിഷൻ തന്നിട്ട്, അതായത് നമുക്ക് പ്രൂവ് ചെയ്യണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x മൈനസ് 3 എന്ന ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം, എക്സ് ഈക്വൽ ടു -3യിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം, എക്സ് ഈക്വൽ ടു 5ൽ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഡെഫിനിഷൻ വെച്ചിട്ട് എഫ് ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു സിയിൽ കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എഫ് ഓഫ് സി രണ്ടും സെയിം ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ഈഫ്, അതായത് ഈ ഡെഫിനിഷനിൽ നിന്നും എക്സ് ഈക്വൽ ടു 0യിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതിയാൽ മതി? സിക്ക് പകരം 0 എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സും എഫ് ഓഫ് 0യും സെയിം ആയിട്ട് വരണം. ഇനി നമുക്ക് ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് 5x മൈനസ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് 5x മൈനസ് 3. ഇനി എങ്ങനെയാണ് ഈ ലിമിറ്റിംഗ് വാല്യൂ കണ്ടുപിടിക്കുന്നത്? എക്സ് എവിടെയുണ്ടോ അവിടെയെല്ലാം പകരം 0 കൊടുക്കുക. ദാറ്റ് ഈസ് 5 ഇൻറ്റു 0 മൈനസ് 3. ദാറ്റ് ഈസ് 0 മൈനസ് 3 മൈനസ് 3. ഇനി എഫ് ഓഫ് സി, അതായത് എഫ് ഓഫ് 0 എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് എഫ് ഓഫ് എക്സ് ഉണ്ട്, 5x മൈനസ് 3 എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് എക്സിന് പകരം 0 കൊടുക്കുക. ദാറ്റ് ഈസ് 5 ഇൻറ്റു 0 മൈനസ് 3, 0 മൈനസ് 3 മൈനസ് 3. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സും എഫ് ഓഫ് 0യും നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -3 എന്ന് കിട്ടി, എഫ് ഓഫ് 0 എന്ന് പറയുന്നത് -3 എന്ന് കിട്ടി. രണ്ടും ഈക്വലായി. ദാറ്റ് ഈസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഇതേപോലെ എക്സ് ഈക്വൽ ടു -3, അതേപോലെ എക്സ് ഈക്വൽ ടു 5. ഇനി എക്സ് ഈക്വൽ ടു -3യിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഡെഫിനിഷനിൽ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു -3 if limit x tends to -3 f of x equal to f of -3. അതായത് x equal to -3യിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു, അതായത് ഈ ഡെഫിനിഷൻ വെച്ചിട്ട് എക്സ് ഈക്വൽ ടു സിയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും സെയിം ആയിട്ട് വരണം. അതുപോലെ ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? ഇവിടുത്തെ സി മാറ്റി നമുക്ക് -3 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഡെഫിനിഷൻ നമുക്ക് എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് -3. ഇനി ഓരോ വാല്യൂസ് കണ്ടുപിടിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് നമുക്ക് എഫ് ഓഫ് എക്സ് 5x മൈനസ് 3 ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സിന് പകരം 5x മൈനസ് 3 എന്ന് കൊടുക്കാം. ഇനി ഇതിൻ്റെ അർത്ഥം എക്സ് എവിടെയുണ്ടോ അവിടെയെല്ലാം -3 എന്ന് കൊടുക്കുക. 5 ഇൻറ്റു -3 -3, ദാറ്റ് ഈസ് -15 -3 -18. ഇനി എഫ് ഓഫ് -3 എങ്ങനെ കണ്ടുപിടിക്കും? എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് 5x മൈനസ് 3 ആ. അപ്പോൾ എഫ് ഓഫ് -3 എന്ന് പറഞ്ഞാൽ എക്സിന് പകരം -3 എന്ന് കൊടുക്കുക. 5 ഇൻറ്റു -3 -3, ദാറ്റ് ഈസ് -15 -3 -18 എന്ന് എഴുതാം. നോക്കിക്കേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -18 എന്ന് കിട്ടി. എഫ് ഓഫ് -3 എന്ന് പറയുന്നതും -18 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇത് ശരിയായില്ലേ? Therefore limit x tends to -3 f of x
equal to f of minus 3, that is function is continuous at x equal to minus 3. Next question, examine the continuity of the function f of x equal to 2x square minus 1 at x equal to 3. x equal to 3 ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് f of x എന്നൊരു ഫംഗ്ഷൻ f of x is continuous at x equal to c if എന്തായിരുന്നു ഡെഫിനിഷൻ? ലിമിറ്റ് x tends to c f of x കണ്ടുപിടിക്കുക, f of c കണ്ടുപിടിക്കുക, രണ്ടും സെയിം ആയാൽ x ഈക്വൽ ടു സിയിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് 2x സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഈ ഡെഫിനിഷൻ ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. കാരണം നമുക്ക് എക്സ് ഈക്വൽ ടു 3യിലാണ് ചെക്ക് ചെയ്യേണ്ടത്. ഡെഫിനിഷൻ തന്നേക്കുന്നത് എക്സ് ഈക്വൽ ടു സിയിൽ. അപ്പോൾ ഇവിടെ ഈ എക്സ് ഈക്വൽ ടു സി മാറ്റി 3 എന്ന് കൊടുത്താൽ മതി. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 2x സ്ക്വയർ മൈനസ് 1. ദാറ്റ് ഈസ് ഇതിന് എന്താ ചെയ്യുന്നത്? 2 ഇൻറ്റു എക്സ് സ്ക്വയർ 3 സ്ക്വയർ മൈനസ് 1. ദാറ്റ് ഈസ് 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 2 18, 18 മൈനസ് 1 17. ഇനി എഫ് ഓഫ് സി കണ്ടുപിടിക്കണം അല്ലേ? അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും സെയിം ആയിട്ട് വന്നാലാണ് എക്സ് ഈക്വൽ ടു സിയിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത്. നമുക്ക് എക്സ് ഈക്വൽ ടു 3യിലെ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി നോക്കണം എന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സും കണ്ടുപിടിക്കണം, എഫ് ഓഫ് 3യും കണ്ടുപിടിക്കണം. ഇനി നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട് 2x സ്ക്വയർ മൈനസ് 1. അപ്പോൾ എഫ് ഓഫ് 3 എന്താകും? 2 ഇൻറ്റു, അതായത് ഇവിടെ എക്സ് 3 ആയി. അപ്പോൾ 2 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 1, 18 മൈനസ് 1 17. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് 17 ആയി, എഫ് ഓഫ് 3യും 17 ആയി. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 3 എന്ന് കിട്ടി. That is, hence, f is continuous at x equal to 3. Find the relationship between a and b so that the function f defined by f of x equal to ax plus 1 if x less than or equal to 3, bx plus 3 if x greater than 3 is continuous at x equal to 3. അതായത് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അറ്റ് എക്സ് ഈക്വൽ ടു 3. അങ്ങനെയെങ്കിൽ എയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതായത് ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു 3യിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എയും ബിയും തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് എക്സ് ഈക്വൽ ടു 3യിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുമ്പോൾ ഈ ഒരു റീജിയൻ എക്സ് ഗ്രേറ്റർ ദാൻ 3യിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് ബി എക്സ് പ്ലസ് 3 എന്നാണ്. ബി എക്സ് പ്ലസ് 3. ഇനി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ ഈ റീജിയൻ അല്ലേ, അവിടെ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നു? എ എക്സ് പ്ലസ് 1 എന്ന് ഡിഫൈൻ ചെയ്തേക്കുന്നു. തന്നിട്ടുണ്ട് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3. ഇനി നമുക്ക് എഫ് ഈസ് continuous at x equal to 3. Since f is continuous at x equal to 3, നമുക്ക് എന്ത് പറയാം? റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ആ പോയിന്റിലെ ലിമിറ്റും സെയിം ആയിരിക്കും. അതായത് നമുക്ക് എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി, എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സും, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ പോയിന്റിലെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സും ഏതിനോട് സെയിം ആവണം? എഫ് ഓഫ് സിയോട് സെയിം ആവണം. അങ്ങനെയാണെങ്കിൽ
ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് ഈക്വൽ ടു 3ലാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവേണ്ടത്. ഇവിടുത്തെ സി മാറ്റി 3ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ ഈ ഡെഫിനിഷനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ്, സോറി 3 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 3 എന്ന് എഴുതാം. അതായത് ഈ സി മാറ്റി 3 ആക്കി. അതായത് ഡെഫിനേഷനിൽ സി ആണ് നമുക്കുള്ളത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 3ലെ കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ സി മാറ്റി, ഇവിടുത്തെ സി മാറ്റിയിട്ട് ഇവിടുത്തെ 3 ആവണം. അപ്പോൾ ഡെഫിനേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനിയോ ഈ ഓരോ വാല്യൂസും കണ്ടുപിടിക്കണം. അതായത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ്. 3 മൈനസ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ റീജിയൻ, അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? എ എക്സ് പ്ലസ് 1. അപ്പോൾ നമുക്കിവിടെ എ എക്സ് പ്ലസ് 1 എഴുതാം. ഇനി അത് ഇവിടെ 3 മൈനസ്, ഈ 3 മൈനസ് എന്ന് കണ്ടാൽ നമ്മളത് റീജിയൻ ഏതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലാതെ എക്സിന് പകരം 3 മൈനസ് എന്ന് കൊടുക്കുകയില്ല. അപ്പോൾ ഇവിടെ എക്സിന് പകരം 3 എന്ന് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് എ ഇൻറ്റു 3 പ്ലസ് 1, ദാറ്റ് ഈസ് 3a പ്ലസ് 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ്. അതായത് 3 പ്ലസ് എന്ന് പറയുമ്പോൾ ഈ റീജിയൻ അല്ലേ, അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ ബി എക്സ് പ്ലസ് 3 ആണ്. ദാറ്റ് ഈസ് ബി എക്സ് പ്ലസ് 3. ഇനി 3 പ്ലസ് എന്ന് അല്ലെങ്കിൽ 3 മൈനസ് എന്ന് സൂചിപ്പിക്കുന്നത് റീജിയൻ ഏതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എക്സിന് പകരം 3 മൈനസ്നോ എക്സിന് പകരം 3 പ്ലസ്നോ കൊടുക്കരുത്. റീജിയൻ, അതായത് ഫംഗ്ഷൻ 3 പ്ലസ് അല്ലെങ്കിൽ എക്സ് 3 പ്ലസിൽ എന്ന് പറഞ്ഞാൽ 3യേക്കാളിലും കൂടുതലുള്ള ഈ പോർഷൻ, അവിടെയാണ് ഫംഗ്ഷൻ എന്ന ഈ ഒരു റീജിയൻ മനസ്സിലാക്കാനാണ് 3 പ്ലസ്. അപ്പോൾ നമ്മളിവിടെ എക്സിന് പകരം 3 എന്ന് കൊടുക്കുക, ബി ഇൻറ്റു 3 പ്ലസ് 3, ദാറ്റ് ഈസ് 3b പ്ലസ് 3 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 അറ്റ് ദ പോയിന്റ് 3, അതായത് മുമ്പേ ഗ്രാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ 3 പ്ലസിലാണ് ഏത് വന്നത്? 3 പ്ലസിലാണ് ഫംഗ്ഷൻ ബി എക്സ് പ്ലസ് 3 ആയത്. ഇനി ഈ ഈക്വൽ സോറി ഇവിടെ 3 പ്ലസിലാണ് ബി എക്സ് പ്ലസ് 3 വന്നത്. ഈ ഒരു പോർഷനിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് എങ്ങനെയായിരുന്നു? 3 മൈനസിൽ എ എക്സ് പ്ലസ് 1 ആണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അറ്റ് ദ പോയിന്റ് 3, അറ്റ് ദ പോയിന്റ് 3ലെ ഫംഗ്ഷൻ്റെ വാല്യൂ എ എക്സ് പ്ലസ് 1 ഈക്വൽ ടു എക്സ് മാറ്റി 3 കൊടുക്കുക, 3a പ്ലസ് 1 കൊടുക്കുക. ഇനി നമുക്കിതാ ഇത്രയും ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടി, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടി, ആ പോയിന്റിലെ ലിമിറ്റും കിട്ടി. ഇനി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇക്വേഷൻ 1 സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഈ 3 വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും ആ ഒരു പോയിന്റിലെ ലിമിറ്റിനോട്. ദാറ്റ് ഈസ് 3a പ്ലസ് 1 ഈക്വൽ ടു 3b പ്ലസ് 3 ഈക്വൽ ടു 3a പ്ലസ് 1. അപ്പോൾ ഈ ലാസ്റ്റത്തേന് നമുക്ക് ആവശ്യമില്ല. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് 3a പ്ലസ് 1 ഈക്വൽ ടു 3b പ്ലസ് 3 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? 3a ഈക്വൽ ടു 3b പ്ലസ് 3, ഈ പ്ലസ് 1 അപ്പുറത്തെ സെല്ലോട്ട് പോയി -1, 3b പ്ലസ് 2 എന്ന് എഴുതാം. എ ആണ് വേണ്ടത്. 3b പ്ലസ് 2 ഇവിടെ ഇൻറ്റു 3 എന്നുള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ 3. അതാണ് റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി.
അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം ആ പോയിന്റിലെ ലിമിറ്റിനോട്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത്, നമുക്ക് അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു 3യിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സി എവിടെയുണ്ടോ അവിടെയെല്ലാം 3 കൊടുത്തു, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിച്ചു, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിച്ചു, ആ പോയിന്റിലെ ലിമിറ്റും കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുത്തു. അപ്പോൾ 3a + 1 = 3b + 3 എന്ന് കിട്ടി. റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കത് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എത്തി. എഫ് ഓഫ് എക്സ് നമുക്ക് 5 എന്നാണ് x ≤ 2 തന്നേക്കുന്നത്. എക്സിൻ്റെ വാല്യൂ 2നും 10നും ഇടയിലാണെങ്കിൽ ഫംഗ്ഷൻ ax + b ആകും. > 10 ആണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 21 ആകും. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, എയും ബിയും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് x ≤ 2, അതായത് ഇപ്പോൾ ഇത് x 2 ആണെങ്കിൽ <2 എന്ന് പറയുമ്പോൾ ഈ റീജിയൻ അല്ലേ, അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 5 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഈ എക്സിൻ്റെ വാല്യൂ 2നും 10നും ഇടയ്ക്കാണെങ്കിൽ, അതായത് 2നും 10നും ഇടയ്ക്കാണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താകും? എക്സിൻ്റെ വാല്യൂ 2നും 10നും ഇടയ്ക്കാണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ax + b. എക്സിൻ്റെ വാല്യൂ 2നും 10നും ഇടയ്ക്കാണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ax + b ആയിരിക്കും. < 10 എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ, അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 21 ആണ്. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 21. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എഫ് ഓഫ് എക്സ് ഈസ് അല്ലെങ്കിൽ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ്, അതായത് ഫംഗ്ഷൻ ഇവിടം തൊട്ട് കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2ൽ കണ്ടിന്യൂസ് ആണ്, 10ൽ കണ്ടിന്യൂസ് ആണ്. അതായത് എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2 ആൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 10. ഇനി 2ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ എങ്ങനെ പറയാം? എക്സ് ഈക്വൽ ടു സിയിൽ കണ്ടിന്യൂസ് ആയപ്പോൾ നമ്മൾ പറഞ്ഞു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സും ഈക്വൽ ആവണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതേപോലെ 2ൽ കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിലോ ഈക്വൽ ടു ആകും ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സി. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആവണം. അപ്പോൾ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2 അല്ലേ? കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ്, അതായത് എക്സ് ഈക്വൽ ടു 2 എന്നൊരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ 2 മൈനസിലും കണ്ടിന്യൂസ് ആയിരിക്കണം, അല്ലെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂ ഈ റീജിയനിലെ ലിമിറ്റിംഗ് വാല്യൂ ഈ റീജിയനിലെ ലിമിറ്റിംഗ് വാല്യൂ ഈ പോയിന്റിലെ ലിമിറ്റിംഗ് വാല്യൂ സെയിം ആയിട്ട് വരണം. അപ്പോൾ നമുക്ക് പറയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സും ഏതിനോട് ഈക്വൽ ആവണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആവണം. അതേപോലെ അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഈ ഒരു ഡെഫിനിഷനിൽ നിന്നും നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ? അതെങ്ങനെ കിട്ടും? അതിനായിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ റീജിയൻ ആണ്, അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 5 ആണ്. ദാറ്റ് ഈസ് 5. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ അല്ലേ? ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എന്ന് പറയുമ്പോൾ ഈ റീജിയൻ, അവിടുത്തെ ഫംഗ്ഷൻ്റെ വാല്യൂ ax പ്ലസ് ബി, അതായത് ax പ്ലസ് ബി. ഇനി
2 പ്ലസ് എന്ന് പറഞ്ഞേക്കുന്നത് എന്തിനാണ്? റീജിയൻ ഏതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സിന് മാറ്റി 2 കൊടുക്കുക. ദാറ്റ് ഈസ് എ ഇൻറ്റു 2 പ്ലസ് ബി, ദാറ്റ് ഈസ് 2a പ്ലസ് ബി. ഇനി അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു 2, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് പറയാം ഇക്വേഷൻ വെച്ച്, അതായത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് നമുക്ക് എഴുതാം 2a പ്ലസ് ബി ഈക്വൽ ടു 5 എന്ന് എഴുതാം. കാരണം റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ് 2a പ്ലസ് ബി കിട്ടിയത്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റാണ് 5 എന്ന് കിട്ടിയത്. അപ്പോൾ ഇത് നമുക്ക് ഈക്വൽ ആണ്. കാരണം എന്താണ്? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 2ലും കണ്ടിന്യൂസ് ആയിരിക്കും, 10ലും കണ്ടിന്യൂസ് ആയിരിക്കും. 2ൽ കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിച്ചു, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിച്ചു. കണ്ടിന്യൂസ് ആയതുകൊണ്ട് രണ്ട് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. സോ ഇക്വേഷൻ 1 കിട്ടി. ഇനി ഇതേപോലെ നമുക്ക് എക്സ് ഈക്വൽ ടു 10ലും പറയാമല്ലോ. അത് നമുക്ക് എങ്ങനെ ചെയ്യാം? ലിമിറ്റ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 10. അതുകൊണ്ട് നമുക്ക് എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സും സെയിം ആയിരിക്കും. ഇനി ഓരോ ലിമിറ്റും കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് 10 മൈനസ് എന്ന് പറഞ്ഞാലുള്ള റീജിയൻ ഏതാണെന്ന് നോക്കുക. നമുക്കറിയാം 10 മൈനസ് അതായത് ഈ റീജിയൻ, അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എ എക്സ് പ്ലസ് ബി, ദാറ്റ് ഈസ് എ എക്സ് പ്ലസ് ബി. ഇനി അടുത്ത സ്റ്റെപ്പിലോ എക്സ് മാറ്റി 10 കൊടുക്കുക. എ ഇൻറ്റു 10 പ്ലസ് ബി, ദാറ്റ് ഈസ് 10a പ്ലസ് ബി. ഇനി അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് 10 പ്ലസ് എന്ന് പറയുമ്പോൾ ഈ റീജിയനാണ്, അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 21 ആണ്, ദാറ്റ് ഈസ് 21. ഇനി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു എക്സ് ഈക്വൽ ടു 2ലും കണ്ടിന്യൂസ് ആയിരിക്കും, എക്സ് ഈക്വൽ ടു 10ലും കണ്ടിന്യൂസ് ആയിരിക്കും. 10ൽ കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ 10 മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സും സെയിം ആവണം. ദാറ്റ് ഈസ് നമുക്ക് എഴുതാം 10a പ്ലസ് ബി ഈക്വൽ ടു സിൻസ് f is continuous at x equal to 10, ഈ ഒരു ഡെഫിനിഷൻ വെച്ച് നമുക്ക് എഴുതാം 10a പ്ലസ് ബി ഈക്വൽ ടു 21 എഴുതാം. ഇനി 10a പ്ലസ് ബി ഈക്വൽ ടു 21 എഴുതി, ദാറ്റ് ഈസ് 10a പ്ലസ് ബി ഈക്വൽ ടു 21, ഇക്വേഷൻ 2. അതായത് നമ്മൾ ചെയ്തത് ഇത്രയുമേ ഉള്ളൂ. ആദ്യം നമുക്ക് എക്സ് ഈക്വൽ ടു 2ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നറിയാം. അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിച്ചു, ഇക്വേഷൻ 1 എഴുതി. എക്സ് ഈക്വൽ ടു 10ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് അവിടെയും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിച്ചു. അത് രണ്ടും ഈക്വൽ ആണ് എന്നുള്ള കൺസെപ്റ്റിൽ 10a പ്ലസ് ബി ഈക്വൽ ടു 21 എഴുതി. അങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എഫ് കണ്ടിന്യൂസ് ആണ്, നമ്മുടെ ആവശ്യം എയും ബിയും കണ്ടുപിടിക്കാം. രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, നമുക്ക് എങ്ങനെ എയും ബിയും കണ്ടുപിടിക്കാം? ആ രണ്ട് ഇക്വേഷനെയും കൂടെ സോൾവ് ചെയ്താൽ മതി. എങ്ങനെ സോൾവ് ചെയ്യാം? ദാറ്റ് ഈസ് നമുക്ക് രണ്ട് ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാൻ പല മെത്തേഡ്സ് യൂസ് ചെയ്യാം. 2a പ്ലസ് ബി ഈക്വൽ ടു 5 ഇക്വേഷൻ 1, 10a പ്ലസ് ബി ഈക്വൽ ടു 21 ഇക്വേഷൻ 2. പ്ലസ് ബി അതുകൊണ്ടൊന്ന് സബ്ട്രാക്ട് ചെയ്താൽ ബി മൈനസ് ബി ആണെങ്കിൽ ക്യാൻസൽ ആയി പൊക്കോളും. അതുകൊണ്ട് ഞാൻ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യുന്നു.
ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 10a പ്ലസ് ബി മൈനസ് ഓഫ് 2a പ്ലസ് ബി. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതാണ്, ഇവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 21 മൈനസ് 5 ദാറ്റ് ഈസ് 10a പ്ലസ് ബി. ഇവിടെ മൈനസ് 2a മൈനസ് ബി ഈക്വൽ ടു 21 മൈനസ് 5 16. ഇനി ഇത് പ്ലസ് ബിയും മൈനസ് ബിയും ക്യാൻസൽ ആയിപ്പോയി. 10a മൈനസ് 2a 8a ഈക്വൽ ടു 16. അപ്പോൾ a ഈക്വൽ ടു 16/8 2. ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് എയുടെ വാല്യൂ കൊടുക്കുക. ഫസ്റ്റ് ഇക്വേഷനിൽ തന്നെ കൊടുക്കാം. 2a പ്ലസ് ബി 5 ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ എ കിട്ടി, ബി കിട്ടാനായി എന്ത് ചെയ്താൽ മതി? ബി മാത്രം ഇവിടെ നിർത്തുക. 5 മൈനസ് 2a എന്ന് എഴുതാം. 5 മൈനസ് 2 ഇൻറ്റു എക്ക് പകരം 2 ദാറ്റ് ഈസ് 5 മൈനസ് 4 1. സോ നമുക്ക് ഫൈനലായിട്ട് എ ഈക്വൽ ടു 2, ബി ഈക്വൽ ടു 1. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, 3 എക്സ് ഗ്രേറ്റർ ദാൻ 2 ഈസ് കണ്ടിന്യൂസ്. അതായത് ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആകുമ്പോൾ കെ എക്സ് സ്ക്വയർ, അതായത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, അപ്പോൾ ഇത് 2 ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഈ റീജിയൻ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ കെ എക്സ് സ്ക്വയർ. ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ, അതായത് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുമ്പോൾ ഇത് തൊട്ട് ഇങ്ങോട്ടുള്ള റീജിയൻ, ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ് അല്ലേ? എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ പോയിന്റിൽ കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സും ഈക്വൽ ആയിരിക്കണം. ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. ഇനി നമുക്കിവിടെ ഓരോ ലിമിറ്റിംഗ് വാല്യൂ ആയിട്ട് കണ്ടുപിടിക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 മൈനസ് എന്നുള്ള റീജിയനിലെ ഫംഗ്ഷൻ്റെ വാല്യൂ കെ എക്സ് സ്ക്വയർ. ഇനി ഇതിൻ്റെ അർത്ഥം എന്താണ്? എക്സിനെ 2 എന്നുള്ള വാല്യൂ കൊടുക്കുക. കെ ഇൻറ്റു 2 സ്ക്വയർ ദാറ്റ് ഈസ് 2 സ്ക്വയർ 4k. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് എന്താണ്? അതായത് 2 പ്ലസ് എന്നുള്ള റീജിയൻ ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ അപ്പോൾ 3 ആണ്. ഇനി ഇതാ ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് കിട്ടിയ വാല്യൂസ്. അതായത് ഇതിന് പകരം 4k എന്ന് കൊടുക്കാം, ഇതിന് പകരം 3 എന്ന് കൊടുക്കാം. സോ k ഈക്വൽ ടു 3/4. നെക്സ്റ്റ് ഡിഫറൻഷ്യബിലിറ്റി. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത ഡൊമൈനിലെ പോയിൻ്റാണ് സി. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ, എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ. എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലിമിറ്റ്, അതായത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ബൈ എച്ച്, ഈ ഒരു ലിമിറ്റ് വാല്യൂ എക്സിസ്റ്റ് ചെയ്താൽ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ബൈ എച്ച് പ്രൊവൈഡഡ് ദിസ് ലിമിറ്റ് എക്സിസ്റ്റ്, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ നമുക്ക് എഫ് ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയാം. എപ്പോൾ എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു സി എന്ന് പറയാം. അതായത് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അറ്റ് ദ പോയിൻ്റ് സിയിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു സി എന്നതിനെ
എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അതിനെ നമുക്ക് എഫ് ഡാഷ് വെച്ച് സൂചിപ്പിക്കാം. എക്സിന് പകരം സി. അപ്പോൾ എഫ് ഡാഷ് സി എന്നാണ് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അറ്റ് ദ പോയിൻ്റ് സി. എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവിനെ എഫ് ഡാഷ് എക്സ് എന്ന് സൂചിപ്പിക്കുന്നു. എക്സിന് പകരം സി എന്ന് കൊടുക്കുമ്പോൾ എഫ് ഡാഷ് സി. അപ്പോൾ എഫ് ഡാഷ് സി എന്ന് പറയുന്നത് ഈ ഒരു ലിമിറ്റിംഗ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ബൈ എച്ച്. ഇനി നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിലോ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവിനെ നമുക്ക് എഫ് ഡാഷ് എക്സ് എന്ന നൊട്ടേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവിനെ എഫ് ഡാഷ് എക്സ് അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് സൂചിപ്പിക്കാം. ഇനി ഈ എഫിന് പകരം നമ്മൾ വൈ ആണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചോ. നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതല്ലേ വൈ. അപ്പോൾ ഇതിനെ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് വിളിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ വൈ ഡാഷ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വൈ വൺ. അപ്പോൾ വൈയുടെ ഡെറിവേറ്റീവാണ് ഡി വൈ ബൈ ഡി എക്സ് ഓർ വൈ ഡാഷ് ഓർ വൈ വൺ. നെക്സ്റ്റ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നമ്മൾ കുറച്ച് റൂൾസ് പഠിക്കാനുണ്ട്. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഈ വൈയുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിനോട്ട് ചെയ്യുന്നത് ഡി വൈ ബൈ ഡി എക്സ് എന്നാണ്. അതായത് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിനോട്ട് ചെയ്യുന്നത് ഡി വൈ ബൈ ഡി എക്സ് എന്നാണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് അതാണ് ഈ ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്നാണ് ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അല്ലെങ്കിൽ നമുക്ക് വൈ ഡാഷ് എന്ന് വിളിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വൈ വൺ എന്ന് വിളിക്കാം. ഇനി എഫ് ഓഫ് എക്സ് യു ആയിട്ടും മറ്റൊരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ് വി ആയിട്ടും എടുക്കുന്നു. രണ്ടും എക്സിലുള്ള ഫംഗ്ഷൻസ് ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ യു പ്ലസ് വി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ യു പ്ലസ് വി രണ്ട് ഫംഗ്ഷൻസ് ആണ് യുവും വിയും. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ യു ഡാഷ് പ്ലസ് വി ഡാഷ്. അതായത് യുവും വിയും എക്സിലുള്ള ഫംഗ്ഷൻസ് ആണെങ്കിൽ യു പ്ലസ് വിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് യുവിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് വിയുടെ ഡെറിവേറ്റീവ്. യു മൈനസ് വി ഹോൾ ഡാഷ് ആണെങ്കിൽ യു ഡാഷ് മൈനസ് വി ഡാഷ്. അതായത് യു ഡാഷ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് യു, വി ഡാഷ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് വി. നെക്സ്റ്റ് അവരുടെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവിനെ പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. പ്രോഡക്റ്റ് റൂൾ ഇതാണ്. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആണല്ലോ യു. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ്. ദാറ്റ് ഈസ് രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. കോഷ്യൻ റൂൾ എന്ന് പറയുന്നത് യു ബൈ വിയുടെ ഡെറിവേറ്റീവ്. യുവും വിയും എക്സിലുള്ള ഫംഗ്ഷൻസ് ആണ്. യു ബൈ വിയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആദ്യം നമ്മൾ ഈ വി എഴുതുന്നു, വി സ്ക്വയർ എഴുതുന്നു. ഈ വി മേലെഴുതി ഡെറിവേറ്റീവ് ഓഫ് യു മൈനസ് യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി. ഇതാണ് കോഷ്യൻ റൂൾ. ഈ വി 0 ആവാൻ പറ്റില്ല. നെക്സ്റ്റ് കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഡി ബൈ ഡി എക്സ് ഓഫ് എ കോൺസ്റ്റൻറ്റ് 0. അതായത് കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പേഴ്സൊക്കെ കോൺസ്റ്റൻസ് ആണ്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് 3 അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് -2 അതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു n എക്സ് റേസ് ടു n-1. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് 1/x. ഡി ബൈ ഡി എക്സ് ഓഫ് a റേസ് ടു x ലോഗ് a. ഡി ബൈ ഡി എക്സ് ഓഫ് e റേസ് ടു x. പിന്നെ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ എല്ലാം ഡെറിവേറ്റീവ്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് നമുക്കറിയാം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ്.
ഇനി കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സിക്സ് സ്ക്വയർ എക്സ്, കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസിക് സ്ക്വയർ എക്സ്, സിക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സിക് എക്സ് ടാൻ എക്സ്, കൊസിക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസിക് എക്സ് കോട്ട് എക്സ്. ഇത്രയുമാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്. ഇനി ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെയും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും റിസൾട്ട്സ് പഠിച്ചു വെച്ചാലേ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് d/dx ഓഫ് 3. നമുക്കറിയാം 3 എന്നുള്ളത് കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ കോൺസ്റ്റൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. അപ്പോൾ നമുക്ക് എഴുതാം 0. d/dx ഓഫ് എക്സ് സ്ക്വയർ. ഇത് ഏതുപോലെ? സ്റ്റാൻഡേർഡ് റിസൾട്ടിനകത്ത് ഏതുപോലെയാണെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഈ റിസൾട്ട് പഠിച്ചാലേ ഉള്ളൂ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏത് യൂസ് ചെയ്യണമെന്ന് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് ഏതുപോലെയാണ്? d/dx ഓഫ് എക്സ് റേസ് ടു n പോലല്ലേ? d/dx ഓഫ് എക്സ് റേസ് ടു എന്ന് പറഞ്ഞാൽ n x റേസ് ടു n മൈനസ് 1. അപ്പോൾ നോക്കിക്കേ, ഇതിൽ n പോലെ ആരാ? 2 ആണ്. സോ 2 x റേസ് ടു 2 മൈനസ് 1 2x. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ റിസൾട്ട്സിനെ അപ്ലൈ ചെയ്ത് കാണിച്ചതാണ് ഞാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് d/dx ഇഫ് y ഈക്വൽ ടു 3x റേസ് ടു 4. അതായത് d/dx ഓഫ് ഈ വൈക്ക് പകരം 3x റേസ് ടു 4 ആണ് തന്നേക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ d/dx ഓഫ് ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫങ്ഷൻ ഓഫ് എക്സ് വന്നാൽ ഈ കോൺസ്റ്റൻറ്റിനെ മാറ്റി നിർത്തിയിട്ട് d/dx ഓഫ് ഫങ്ഷൻ ഓഫ് എക്സ്, ഈ ഒരു റൂള് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഒരു കോൺസ്റ്റൻറ്റും ഫങ്ഷൻ ഓഫ് എക്സും വന്നാൽ അവരുടെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ കോൺസ്റ്റൻറ്റിനെ മാറ്റി വെച്ചു d/dx ഓഫ് എഫ് ഓഫ് എക്സ്. നോക്കിക്കേ, അപ്പോൾ ഇവിടെ ഈ 3 കോൺസ്റ്റൻ്റ് അല്ലേ? 3 ഇൻറ്റു d/dx ഓഫ് എക്സ് റേസ് ടു 4. ഇനി നമുക്കറിയാം d/dx ഓഫ് എക്സ് റേസ് ടു n റിസൾട്ട് n x റേസ് ടു n മൈനസ് 1. അങ്ങനെയാണെങ്കിൽ d/dx ഓഫ് എക്സ് റേസ് ടു 4 എന്താകും? ഇവിടുത്തെ n മാറ്റി 4 എഴുതിയാൽ പോരെ? ദാറ്റ് ഈസ് 4 ഇൻറ്റു എക്സ് റേസ് ടു 4 മൈനസ് 1 4 ഇൻറ്റു എക്സ് റേസ് ടു 3. ദാറ്റ് ഈസ് 3 ഇൻറ്റു 4 ഇൻറ്റു എക്സ് റേസ് ടു 3. 3 ഇൻറ്റു 4 12 എക്സ് ക്യൂബ്. ഇനി ഫൈൻഡ് d/dx ഇഫ് y ഈക്വൽ ടു 2x റേസ് ടു 5 പ്ലസ് 3x റേസ് ടു 3. എന്ത് ചെയ്യും? d/dx ഓഫ് y ആണ് വേണ്ടത്. ദാറ്റ് ഈസ് d/dx ഓഫ് 2x റേസ് ടു 5 പ്ലസ് 3x ക്യൂബ് ആണ് വേണ്ടത്. അപ്പോൾ ഈ d/dx ആദ്യം ഈ ഫംഗ്ഷന് കൊടുക്കണം. ദാറ്റ് ഈസ് d/dx ഓഫ് 2x റേസ് ടു 5 പ്ലസ് ഈ d/dx ഈ ഫംഗ്ഷനും കൊടുക്കണം. d/dx ഓഫ് 3x ക്യൂബ്. ഇനി d/dx ഓഫ് 2x റേസ് ടു 5 എങ്ങനെ ചെയ്യും? 2 ഇൻറ്റു d/dx ഓഫ് എക്സ് റേസ് ടു 5 പ്ലസ് ഇവിടെ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റൻറ്റും എക്സിലുള്ള ഫംഗ്ഷനുമാണ്. അപ്പോൾ ഈ റൂൾ വെച്ചിട്ട് 3 ഔട്ട്സൈഡ് എഴുതാം. d/dx ഓഫ് എക്സ് ക്യൂബ്, d/dx ഓഫ് എക്സ് ക്യൂബ്. ഇനി ഈക്വൽ ടു 2 ഇൻറ്റു d/dx ഓഫ് എക്സ് റേസ് ടു 5 d/dx ഓഫ് എക്സ് റേസ് ടു n എക്സ് റേസ് ടു n മൈനസ് 1 പ്ലസ് 3 ഇൻറ്റു d/dx ഓഫ് എക്സ് ക്യൂബ്. d/dx ഓഫ് എക്സ് റേസ് ടു n പോലെ n എക്സ് റേസ് ടു n മൈനസ് 1 3x റേസ് ടു 2. ദാറ്റ് ഈസ് 10x റേസ് ടു 4 പ്ലസ് 9x സ്ക്വയർ. ഫൈൻഡ് d/dx ഇഫ് y ഈക്വൽ ടു 2x പ്ലസ് 1 ഹോൾ ക്യൂബ്. അപ്പോൾ d/dx ഓഫ് dy/dx ആണ് വേണ്ടത്. ദാറ്റ് ഈസ് d/dx ഓഫ് yക്ക് പകരം 2x പ്ലസ് 1 ഹോൾ ക്യൂബ്. ഇതിപ്പോൾ നമുക്ക് a പ്ലസ് ബി ഹോൾ ക്യൂബ് പോലെ എടുക്കാം. a പ്ലസ് ബി ഹോൾ ക്യൂബ് പോലെ. ഇതിൻ്റെ റൂൾ എന്താണ്? എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. അങ്ങനെയാണെങ്കിൽ നമുക്ക്
2x + 1 ഹോൾ ക്യൂബിനെ എങ്ങനെ എഴുതാം? നോക്കിക്കേ, എ മാറ്റി 2x, ദാറ്റ് ഈസ് 2x ഹോൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു എ സ്ക്വയർ, ദാറ്റ് ഈസ് 2x സ്ക്വയർ പ്ലസ് ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു ബി എന്നല്ലേ വരണ്ടേ, ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു എ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് ബി ക്യൂബ്, ദാറ്റ് ഈസ് 2x ഹോൾ ക്യൂബ്, 2 ക്യൂബ് എക്സ് ക്യൂബ്, ദാറ്റ് ഈസ് 8x ക്യൂബ് പ്ലസ് ഇവിടെ 2 ഇൻറ്റു 2 4, 4x സ്ക്വയർ 12x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 1, ദാറ്റ് ഈസ് d by dx of 8x cube plus 12x square plus 6x plus 1. ഇനി ഈ d by dx അകത്തെ ഓരോ വാല്യൂസിൻ്റെ കൂടെയും കൊടുക്കണം. ദാറ്റ് ഈസ് d by dx of 8x cube plus d by dx of 12x square plus d by dx of 6x plus d by dx of 1. അതായത് d by dx of 8x cube plus d by dx of 12x square plus d by dx of 6x plus d by dx of 1. d by dx of 8x cube കോൺസ്റ്റൻ്റ് മാറ്റി വെക്കുക, d by dx of x cube പ്ലസ് ഇവിടെ 12 ഇൻറ്റു d by dx of x square പ്ലസ് 6 ഇൻറ്റു d by dx of x പ്ലസ് d by dx of a constant 0, 8 ഇൻറ്റു d by dx of x raised to n, nx raised to n minus 1, ഇവിടെ n x raised to n minus 1, 12 ഇൻറ്റു ഇവിടെ n പോലെ 2, 2x പ്ലസ് 6 ഇൻറ്റു d by dx of x, d by dx of x raised to n എന്ന് പറഞ്ഞാൽ nx raised to n minus 1, അപ്പോൾ d by dx of x n പോലെ 1 ആണ്, അപ്പോൾ 1 x raised to 1 minus 1, 1x raised to 0, 1. സോ ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് 8 ഇൻറ്റു 3 24x സ്ക്വയർ പ്ലസ് 24x പ്ലസ് 6. നെക്സ്റ്റ് y ഈക്വൽ ടു tan 2x പ്ലസ് 3 dy by dx എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് d by dx ഓഫ് tan 2x പ്ലസ് 3. ഇനി നമുക്കറിയാം d by dx ഓഫ് tan x 6 സ്ക്വയർ എക്സ് ആണെന്നറിയാം. അപ്പോൾ ഇത് മുഴുവനും കൂടെ എക്സ് പോലെ എന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് എഴുതാം 6 സ്ക്വയർ 2x പ്ലസ് 3. നമുക്ക് ഇവിടെ എക്സ് ആയിരുന്നെങ്കിൽ 6 സ്ക്വയർ എക്സ് എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഇത് ഫുള്ളിനെയും കൂടെയാണ് നമ്മൾ എക്സ് പോലെ എടുത്തത്. ഈ പകരം എടുത്ത ആ വാല്യൂവിനെ ഒന്നുകൂടെ അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണെങ്കിൽ അതുപോലെ തന്നെ അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് പോലെയാണ് അല്ലേ, ടാൻ എക്സ് പോലെ എന്ന് എടുത്താൽ 6 സ്ക്വയർ എക്സ് എന്ന് എഴുതാം. എക്സ് അല്ലാത്തത് കൊണ്ട് ആ പകരമുള്ള വാല്യൂവിനെയും കൂടെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 6 സ്ക്വയർ ഇൻറ്റു 2x പ്ലസ് 3 ഇൻറ്റു ഇനി d by dx ഓഫ് 2x പ്ലസ് 3 എങ്ങനെ ചെയ്യും? കോൺസ്റ്റൻറ്റ് മാറ്റി വെച്ചു, d by dx ഓഫ് x പ്ലസ് d by dx ഓഫ് 3 ഈക്വൽ ടു 6 സ്ക്വയർ 2x പ്ലസ് 3 ഇൻറ്റു 2 ഇൻറ്റു d by dx ഓഫ് x 1 പ്ലസ് d by dx ഓഫ് a constant 0. ദാറ്റ് ഈസ് 2 ഇൻറ്റു ഈ 2നെ ആദ്യം അങ്ങ് എഴുതാം 6 സ്ക്വയർ 2x പ്ലസ് 3 y ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് സ്ക്വയർ. നമുക്കിത് ഏതാ പരിചയമുള്ള ഇക്വേഷൻ? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് അറിയാം, എന്താണ്? കോസ് എക്സ് ആണ്. ഈ എക്സ് പോലെ നമ്മൾ ഈ ഒരു ഫുൾ വാല്യൂവിനെയും കൂടെ അങ്ങ് എടുക്കണം. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്തെഴുതാം? കോസ് എക്സ് സ്ക്വയർ. പക്ഷേ സ്റ്റാൻഡേർഡ് റിസൾട്ട് അല്ലല്ലോ. അപ്പോൾ ഈ പകരം എടുത്ത ആ എക്സ് സ്ക്വയറിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു
ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ പോലെ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 2 എക്സ് കോസ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് സൈൻ കോസ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ കോസ് എക്സ് സ്ക്വയർ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്കിത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പോലെ എടുത്താൽ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇത് ഫുള്ള് എക്സ് പോലെ എടുക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്താണ്? കോസ് എക്സ് അല്ലേ? അതായത് കോസ് ഇത് ഫുള്ളാണ് നമ്മൾ ഈ എക്സ് പോലെ എടുക്കുന്നത്. സോ കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ്, അതായത് നമ്മൾ പകരത്തിനെടുത്ത ആളെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, കോസ് എക്സ് സ്ക്വയർ. ഇനി ഇതിന് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ടോ? ഇത് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് പോലെ, അതുകൊണ്ട് ഈ പകരത്തിന് വന്ന അയാളിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ്, ഒന്നുകൂടെ പറയാം, ഡിഫറൻഷിയേറ്റ് സൈൻ കോസ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ കോസ് എക്സ് സ്ക്വയർ. നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്താണെന്നറിയാം, കോസ് എക്സാണ്. അപ്പോൾ ഇത് ഫുള്ളാണ് നമ്മൾ എക്സ് പോലെ എടുക്കുന്നത്. ഈ റിസൾട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം കോസ് എക്സ് സ്ക്വയർ. ഈ പകരത്തിനെടുത്ത ഈ വാല്യൂവിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇനി ഇത് നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് പോലെ, അപ്പോൾ ഇതും പകരക്കാരനാണ്, അയാളെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി ഇത് നമുക്കിനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, കോസ് എക്സ് സ്ക്വയർ എന്ന് എഴുതി. ഇവിടെയോ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് സ്ക്വയർ, ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സാ. അപ്പോൾ ഇവിടെ മൈനസ് സൈൻ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ പോലെ എടുത്താൽ 2x. ഇനി ഈ മൈനസും ഈ വാല്യൂം കൂടെ ഫ്രണ്ടിലോട്ട് എഴുതി മൈനസ് 2x ഇൻറ്റു കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ എക്സ് സ്ക്വയർ. y ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 5. ഡി വൈ ബൈ ഡി എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 5. ഇനി ഇത് നമുക്ക് ഏതുപോലെ എടുക്കാം? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പോലെ, അതായത് ഇത് ഫുള്ളും എക്സ് പോലെ എടുക്കുക. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്, അതായത് കോസ് എക്സ് സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു ഈ പകരത്തിനെടുത്ത വാല്യൂവിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, എക്സ് സ്ക്വയർ പ്ലസ് 5 ഈക്വൽ ടു കോസ് എക്സ് സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു, ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യും? ഈ ഡി ബൈ ഡി എക്സ് ഓരോ വാല്യൂവിനും അപ്ലൈ ചെയ്യണം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 5, ദാറ്റ് ഈസ് കോസ് എക്സ് സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ഡി ബൈ ഡി എക്സ് ഓഫ് എ കോൺസ്റ്റൻറ്റ് 0, ദാറ്റ് ഈസ് 2x ഇൻറ്റു കോസ് എക്സ് സ്ക്വയർ പ്ലസ് 5. y cos sin x ആണ്, dy by dx കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് സൈൻ എക്സ്. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ആണെങ്കിൽ നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ്. അപ്പോൾ മൈനസ് സൈൻ, ഈ എക്സിന് പകരമാണല്ലോ സൈൻ എക്സ് വന്നത്, അപ്പോൾ ആ പകരമെടുത്ത വാല്യൂവിനെയും കൂടെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്. ദാറ്റ് ഈസ്, ഒന്നുകൂടെ പറയാം, ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് സൈൻ എക്സ് ആണ് വേണ്ടത്. ഇത് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് പോലെ എടുക്കുന്നു. ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ്. എക്സ് പോലെയാണിത്, പകരത്തിനെടുത്ത വാല്യൂ ആണിത്, അതുകൊണ്ട് അതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. നെക്സ്റ്റ് y ഈക്വൽ ടു സീക്ക് ടാൻ റൂട്ട് എക്സ്. ഡി വൈ ബൈ ഡി എക്സ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് ടാൻ റൂട്ട് എക്സ്. ഇനി സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ ഇത് ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് പോലെ. ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക്
ടാൻ റൂട്ട് എക്സിനെ എങ്ങനെ എഴുതാം? ഈ എക്സ് പോലെയാണ് ടാൻ റൂട്ട് എക്സ്. അപ്പോൾ സീക്ക് ഈ എക്സ് പോലെ ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ്, അതായത് എക്സ് പോലെ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കൊടുത്താൽ മതി. എക്സ് പോലെ ആയതുകൊണ്ട്, അതായത് എക്സ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് റിസൾട്ട് കൊടുക്കുക. എക്സ് പോലെ എന്ന് വരുമ്പോൾ ആ പകരത്തിനെടുത്ത വാല്യൂവിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ്, ഇവിടെ നമുക്ക് എഴുതാം സീക്ക് ടാൻ റൂട്ട് എക്സ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ റൂട്ട് എക്സ് ഈക്വൽ ടു, ഇവിടെ തൊട്ട് ഇവിടം വരെ അതുപോലെ തന്നെ എഴുതുക. സീക്ക് ടാൻ റൂട്ട് എക്സ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ്, ഇനി ഇതെന്ത് ചെയ്യും? നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്തായിരുന്നു? 6 സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ റൂട്ട് എക്സ് എങ്ങനെ എഴുതും? 6 സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു പകരത്തിനെടുത്ത റൂട്ട് എക്സിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 6 സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ്. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ത് ചെയ്യും? ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 1/2. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. ഇത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ പോലെ എൻ എക്സ് റേസ് ടു n മൈനസ് 1. ദാറ്റ് ഈസ് 1/2 എക്സ് റേസ് ടു മൈനസ് 1/2. അല്ലെങ്കിൽ നമുക്ക് ഈ എക്സ് റേസ് ടു മൈനസ് 1/2നെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? ഏറ്റവും മേളിലേക്ക് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് എഴുതാം. 1/2 1/x റേസ് ടു 1/2. ദാറ്റ് ഈസ് 1/2 റൂട്ട് എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. സോ ഇവിടെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടാൻ റൂട്ട് എക്സ് ഇൻറ്റു 6 സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു 1/2 റൂട്ട് എക്സ്. നെക്സ്റ്റ് y ഈക്വൽ ടു കോസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 ആയാൽ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സിനെ എങ്ങനെ എഴുതാം? ഡി ബൈ ഡി എക്സ് ഓഫ് വൈക്ക് പകരം ഈ വാല്യൂ കൊടുത്തു. അത് ഇതും എക്സിലുള്ള ഫംഗ്ഷനാണ്, ഇതും എക്സിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് യു വി പോലെ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇനി ഇപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഈക്വൽ ടു കോസ് എക്സ് ക്യൂബ് ഇൻറ്റു, ഇനി ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5. സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 നമുക്കറിയാം. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ ഡി ബൈ ഡി എക്സ് ഓഫ്, അതായത് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് ഇതിനെ എഴുതാം സൈൻ എക്സ് റേസ് ടു 5ൻ്റെ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇതെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും? ഇതിനെ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു n പോലെ എടുക്കാം. അതായത് ഇതിനെ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു n പോലെ എടുത്താൽ, അതായത് ഇത് ഫുള്ള് അതിന് പവറായിട്ടല്ലേ 2 നിൽക്കുന്നത്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു n പോലെ എടുക്കുന്നു. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു n എക്സ് റേസ് ടു n മൈനസ് 1. അപ്പോൾ 2 സൈൻ എക്സ് റേസ് ടു 5. ഇത് പകരം എടുത്തതല്ലേ? ഒറിജിനൽ ഇക്വേഷൻ ഇതായിരുന്നു. ഈ എക്സ് പോലെയാണ് ഈ വാല്യൂ എടുത്തതുകൊണ്ട് നമ്മൾ അതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സൈൻ എക്സ് റേസ് ടു 5 ഇൻറ്റു സൈൻ എക്സ് റേസ് ടു 5.
ഈക്വൽ ടു 2 sin x raised to 5. ഇനി ഇതെന്ത് ചെയ്യും? ഇത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പോലെ, ദാറ്റ് ഈസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് സൈൻ എക്സ് പോലെ. അതുകൊണ്ട് ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 5, ദാറ്റ് ഈസ് 2 sin x raised to 5 cos x raised to 5. ഇതാകുമ്പോഴോ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു n nx raised to n minus 1. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇതിനെ 2 into 5 10. ഇത് ആദ്യം എഴുതി എക്സ് റേസ് ടു 4 സൈൻ എക്സ് റേസ് ടു 5 കോസ് എക്സ് റേസ് ടു 5 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 10 എക്സ് റേസ് ടു 4 സൈൻ എക്സ് റേസ് ടു 5 കോസ് എക്സ് റേസ് ടു 5 പ്ലസ് അടുത്തത് ഇത് അതുപോലെ തന്നെ എഴുതുന്നു, സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് നമുക്കറിയാം മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് പോലെയല്ലേ എടുത്തേ, അപ്പോൾ ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് ദാറ്റ് ഈസ് 10x raised to 4 cos x cube sin x raised to 5 cos x raised to 5 minus sin square x raised to 5 sin x cube divided x of x cube 3x square. Question, find dy by dx if x minus y equal to pi. x minus y equal to pi തന്നിട്ടുണ്ട് dy by dx കിട്ടണം. അപ്പോൾ എല്ലാ സൈഡിലും dy by dx എടുക്കുന്നു, അതായത് ഈ രണ്ട് സൈഡിലും dy by dx വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദാറ്റ് ഈസ് dy by dx of x minus y equal to dy by dx of pi. ഇതിൻ്റെ അർത്ഥം ഈ dy by dx അകത്തെ ഓരോ വാല്യൂസിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് dx by dx മൈനസ് dy by dx ഈക്വൽ ടു dy by dx of a constant 0. ഇനി ഇതെന്താണ്? dy by dx of x 1 minus dy by dx equal to 0. So dy by dx equal to ഈ മൈനസ് dy by dx ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആകും 1. y plus sin y equal to cos x ആയാൽ y plus sin y equal to cos x ആയാൽ dy by dx കണ്ടുപിടിക്കുക. നമ്മൾ രണ്ട് സൈഡിലും dy by dx വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. രണ്ട് സൈഡിലും dy by dx വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ d ഇങ്ങനെ വരുന്നു, ഇവിടെ cos x എന്നും എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ ഇതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ dy by dx പ്ലസ് dy by dx of sin y equal to dy by dx of cos x എന്ന് എഴുതാം. dy by dx അതേപോലെ തന്നെ നിർത്തുന്നു. dy by dx of sin y നമുക്ക് dy by dx of sin x സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട് cos x. അങ്ങനെയാണെങ്കിൽ dy by dx of sin y കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് പോലെ എടുക്കുക. അപ്പോൾ cos y ഇൻറ്റു തൊട്ടുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പകരം വരുന്ന വാല്യൂവിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, അപ്പോൾ അതിങ്ങനെയാകും. സോ ഇവിടെ എഴുതാം cos y ഇൻറ്റു dy by dx ഈക്വൽ ടു dy by dx ഓഫ് cos x സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് മൈനസ് sin x. നോക്കിക്കേ, ഈ dy by dx കോമൺ എടുക്കാമല്ലോ, കാരണം ഇവിടെയും dy by dx ഉള്ളതുകൊണ്ട് അതങ്ങ് കോമൺ എടുത്തു. ഈ ഇവിടെ മിച്ചം 1, ഇവിടെയാണെങ്കിൽ cos y ഈക്വൽ ടു മൈനസ് sin x. നമുക്ക് dy by dx ആണ് ആവശ്യം, അതുകൊണ്ട് ഇത് മാത്രം ഇവിടെ നിർത്തുന്നു. അപ്പോൾ ഈ ഇൻറ്റു ഈ വാല്യൂ അപ്പുറത്തോട്ട് പോകുമ്പോൾ ബൈ, ഇവിടെ ഓൾറെഡി മൈനസ് sin x ഉണ്ട്. സോ ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2x plus 3y equal to sin y ആയാൽ dy by dx കണ്ടുപിടിക്കുക. 2x plus 3y equal to sin y ആയാൽ dy by dx കിട്ടണം. ഇപ്പോൾ ചെയ്ത അതേ മെത്തേഡ് രണ്ട് സൈഡിലും dy by dx വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത്
ഡി ബൈ ഡി എക്സ് ഓഫ് 2x പ്ലസ് 3y ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ വൈ. ഈ ഡി ബൈ ഡി എക്സ് ഓരോ വാല്യൂസിനും കൊടുക്കുന്നു. ഡി ബൈ ഡി എക്സ് ഓഫ് 2x പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 3y ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ വൈ. ഡി ബൈ ഡി എക്സ് ഓഫ് 2x 2 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് 3 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ വൈ. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പോലെ എടുത്താൽ കോസ് എക്സ് പകരമുള്ള വൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ്. സോറി, കോസ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ വൈ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പോലെ എടുത്താൽ കോസ് വൈ ഇൻറ്റു ഈ പകരം എടുത്ത വൈയെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 പ്ലസ് 3 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. വേണമെങ്കിൽ നമുക്ക് ഇതിനെയും കൂടി ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ എഴുതാം ഈക്വൽ ടു 0. ഇനി 2 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുത്തു. 3 മൈനസ് കോസ് വൈ ഇൻറ്റു ഈക്വൽ ടു 0. നമുക്ക് വേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണല്ലോ. അതുകൊണ്ട് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു 3 മൈനസ് കോസ് വൈ മാത്രം ഒരു സൈഡിൽ നിർത്തിയാൽ നമുക്ക് ഇങ്ങനെയാവും. അതായത് ഇത് ഡി വൈ ബൈ ഡി എക്സ് ആണ് വേണ്ടത്. സോ അത് ഉൾപ്പെട്ട ആ ടേം മാത്രം ഈ സൈഡിൽ നിർത്തുന്നു. ഈ +2 അപ്പുറത്തോട്ട് പോയി -2 ആയി. നമുക്ക് വേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് അല്ലേ. സോ ഡി വൈ ബൈ ഡി എക്സ് മാത്രം ഇവിടെ നിർത്തിയാൽ -2 ഡിവൈഡഡ് ബൈ ഇതങ്ങ് മാറ്റി 3 മൈനസ് കോസ് വൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ x സ്ക്വയർ പ്ലസ് xy പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 100. ഫൈൻഡ് dy ബൈ dx. ഇനി ഇതാ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? രണ്ട് സൈഡിലും d ബൈ ഡി എക്സ് എടുക്കാം. ദാറ്റ് ഈസ് d ബൈ ഡി എക്സ് ഓഫ് x സ്ക്വയർ പ്ലസ് xy പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു d ബൈ ഡി എക്സ് ഓഫ് 100. d ബൈ ഡി എക്സ് അകത്തേക്ക് കൊടുത്താൽ d ബൈ ഡി എക്സ് ഓഫ് x സ്ക്വയർ പ്ലസ് d ബൈ ഡി എക്സ് ഓഫ് xy പ്ലസ് d ബൈ ഡി എക്സ് ഓഫ് y സ്ക്വയർ ഈക്വൽ ടു d ബൈ ഡി എക്സ് ഓഫ് 100. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0. ഇനി എന്ത് ചെയ്യും? d ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ അത് ഏതുപോലെയാ? d ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് d ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു n പോലെ. ദാറ്റ് ഈസ് n എക്സ് റേസ് ടു n മൈനസ് 1. ദാറ്റ് ഈസ് 2 എക്സ് റേസ് ടു 2 മൈനസ് 1 2x. അപ്പോൾ ഇവിടെ 2x പ്ലസ് ഇവിടെയാണെങ്കിലോ എക്സ് അതേപോലെ y എന്നുള്ളത് ഫങ്ഷൻ ഓഫ് എക്സാണ്. അതായത് എക്സും ഫങ്ഷൻ ഓഫ് എക്സും പ്രോഡക്റ്റ് റൂൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പ്ലസ് d ബൈ ഡി എക്സ് ഓഫ് y സ്ക്വയർ. d ബൈ ഡി എക്സ് ഓഫ് y സ്ക്വയർ നമ്മൾ ഇത് d ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പോലാണെങ്കിലോ d ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പോലാണെങ്കിൽ 2x എന്നാണ്. അതുകൊണ്ട് ഈ എക്സിനെ മാറ്റി y ആക്കി എന്നല്ലേ ഉള്ളൂ. ദാറ്റ് ഈസ് 2y ഇൻറ്റു പകരമുള്ള ആ വൈയെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം dy ബൈ ഡി എക്സ്. ദാറ്റ് ഈസ് 2y dy ബൈ ഡി എക്സ് ഈക്വൽ ടു 0. ഇനി 2x പ്ലസ് x ഇൻറ്റു dy ബൈ ഡി എക്സ് പ്ലസ് y ഇൻറ്റു d by dx of x 1 plus 2y dy by dx equal to 0. dy by dx മാത്രമുള്ളവരെ ഒന്നിച്ച് നിർത്തുന്നു. x into dy by dx plus 2y into dy by dx equal to ഇത് ഇക്വേഷൻ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ -2x ആവുന്നു. പ്ലസ് y അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ -y. ഇനി അവിടുന്ന് നമുക്ക് കോമൺ എടുക്കാമല്ലോ. എങ്ങനെ കോമൺ എടുക്കും? രണ്ടിടത്തും dy ബൈ ഡി എക്സ് ഉണ്ട്. അപ്പോൾ dy ബൈ ഡി എക്സ് കോമൺ എടുത്തു. പിന്നെ മിച്ചം എക്സ് പ്ലസ് 2y ഈക്വൽ ടു ഇവിടെ നമുക്ക് വേണമെങ്കിൽ മൈനസ് പുറത്തെടുക്കാം. ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല. മൈനസ് പുറത്തെടുത്താൽ 2x പ്ലസ് y എന്ന് എഴുതാം. നമുക്ക് dy ബൈ ഡി എക്സ് വേണ്ടതുകൊണ്ട് അത് മാത്രം ഇക്വേഷൻ ഒരു സൈഡിൽ, ഈ ഇൻറ്റു എന്നുള്ളത് ഈ ഇൻറ്റു ഈ വാല്യൂ അപ്പുറത്തോട്ട് പോയി ബൈ മൈനസ് ഓഫ് 2x പ്ലസ് y.
ലോഗറിതമിക് ഡിഫറൻസിയേഷൻ ആണ്. അതായത് നമ്മുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ y യു റേസ് ടു വി പോലെ വന്നാൽ, അതായത് യുവും വിയും എക്സിലുള്ള ഫംഗ്ഷൻസ് ആണ്, യു റേസ് ടു വി പോലെ വന്നാൽ ലോഗറിതമിക് ഡിഫറൻസിയേഷൻ എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് യുവും വിയും എക്സിലുള്ള ഫംഗ്ഷൻസ് യു റേസ് ടു വി പോലെ വന്നാൽ ലോഗറിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുന്നു. അതായത് y ഈക്വൽ ടു യു റേസ് ടു വി. രണ്ട് സൈഡിലും ലോഗ് എടുക്കുന്നു. ലോഗ് y ഈക്വൽ ടു ലോഗ് യു റേസ് ടു വി. നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ലോഗ് എം റേസ് ടു എന്ന് പറഞ്ഞാൽ എൻ ലോഗ് എം എന്നാണ്. ലോഗ് എം റേസ് ടു എന്ന് പറഞ്ഞാൽ ആദ്യം ഈ എൻ എഴുതുന്നു, ലോഗ് എം. അതേപോലെയാണെങ്കിൽ നമുക്കിവിടെ എങ്ങനെ എഴുതാം നോക്കിക്കേ. ഇവിടെ ഈ പവറാണ് ഇവിടെ റിസൾട്ടിൽ ആദ്യം എഴുതിയത്. അതായത് ഇവിടെ വി ഇൻറ്റു ലോഗ് യു എന്ന് എഴുതാം. ഇനി രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ്. നമുക്ക് ഇതാണ് നമ്മുടെ മെത്തേഡ്. അതായത് യുവും വിയും എക്സിലുള്ള ഫങ്ഷൻസ് ആണെങ്കിൽ y ഈക്വൽ ടു യു റേസ് ടു വി എന്ന് വന്നാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന മെത്തേഡ് രണ്ട് സൈഡും ലോഗ് എടുത്തു. അതിനുശേഷം ലോഗ് എം റേസ് ടു എന്ന് പറയുന്നത് എൻ ലോഗ് എം പോലെ ഇത് കൺസിഡർ ചെയ്യുന്നു, ദെൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അതാണ് ലോഗറിതമിക് ഡിഫറൻസിയേഷൻ്റെ മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യേറ്റ് എക്സ് റേസ് ടു സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് y ഈക്വൽ ടു എക്സ് റേസ് ടു സൈൻ എക്സ് എന്ന് തന്നിട്ടുണ്ട്. ഡിഫറൻഷ്യേറ്റ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷ്യേറ്റ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ dy ബൈ ഡി എക്സ് ആണ്. ഇവിടെ നമ്മളപ്പോൾ എന്ത് ചെയ്യും? എക്സ് റേസ് ടു സൈൻ എക്സ് എന്നാണ്. അപ്പോൾ ലോഗറിതമിക് ഡിഫറൻസിയേഷൻ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം രണ്ട് സൈഡും ലോഗ് എടുക്കുക. അപ്പോൾ എപ്പോഴാണ് ലോഗറിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. ഒരു ഫംഗ്ഷൻ അതിൻ്റെ പവറായിട്ട് മറ്റൊരു ഫംഗ്ഷൻ വന്നാൽ ലോഗറിതമിക് ഡിഫറൻസിയേഷൻ. അതിൻ്റെ മെത്തേഡ് അപ്പോൾ എന്താണ്? അപ്പോൾ രണ്ട് സൈഡിലും ലോഗ് എടുക്കുന്നു. ലോഗ് എക്സ് റേസ് ടു സൈൻ എക്സ്. ഇനി ഇത് ലോഗ് എം റേസ് ടു എൻ പോലെ, ദാറ്റ് ഈസ് എൻ ലോഗ് എം. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം സൈൻ എക്സ് ലോഗ് എക്സ് എന്ന് എഴുതാം. ഇനി ഇവിടെയാണെങ്കിലോ ലോഗ് വൈ എന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വൈ ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഇത് ഏതുപോലെ? ഡി ബൈ ഡി എക്സ് ഓഫ് ഇതും എക്സിലുള്ള ഫംഗ്ഷൻ, ഇതും എക്സിലുള്ള ഫംഗ്ഷൻ, ഡി ബൈ ഡി എക്സ് ഓഫ് യു വി പോലെ. അതിൻ്റെ റൂൾ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇതാണ്, സെക്കൻഡ് ഫംഗ്ഷൻ ഇതാണ്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇനി ഇതിനെ നമുക്ക് സൈൻ എക്സ് ഇൻറ്റു ഡിവൈഡ് എക്സ് ഓഫ് ലോഗ് എക്സ്, സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട് 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡിവൈഡ് എക്സ് ഓഫ് സൈൻ എക്സ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. ഇപ്പുറത്തെ സൈഡിലോ ഡിവൈഡ് എക്സ് ഓഫ് ലോഗ് എക്സ്. നമുക്കറിയാം ഡിവൈഡ് എക്സ് ഓഫ് ലോഗ് ഈ സൈഡിൽ ഡിവൈഡ് എക്സ് ഓഫ് ലോഗ് വൈ ആണ്. ഡിവൈഡ് എക്സ് ഓഫ് ലോഗ് എക്സ് ആയിരുന്നെങ്കിൽ നമ്മൾ 1/x എന്ന് എഴുതിയേനെ അല്ലേ? അപ്പോൾ ഡിവൈഡ് എക്സ് ഓഫ് ലോഗ് എക്സ് ആയിരുന്നെങ്കിൽ 1/x. അപ്പോൾ ഡിവൈഡ് എക്സ് ഓഫ് ലോഗ് വൈ എന്താ? 1/y ഇൻറ്റു പകരം എടുത്ത ഈ വൈയെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ഈക്വൽ ടു ഇത് അതുപോലെ തന്നെ സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ്. നോക്ക്, നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് മാത്രമാണ് ഈ സൈഡിൽ വേണ്ടത്. അപ്പോൾ 1/y എന്നുള്ള ഈ ഡിനോമിനേറ്റർ, അതായത് ഈ ഡിനോമിനേറ്റർ ആയിട്ടുള്ള y ഇങ്ങോട്ട് അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈ 1/y ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 1/y എന്നുള്ളത് ഇവിടെ ബൈ 1/y. ബൈ 1/y എന്ന് പറഞ്ഞാൽ എന്താ? y ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇനി y എന്നുള്ളത് എന്താണ്? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് എക്സ് റേസ് ടു സൈൻ എക്സ്. അപ്പോൾ ഈ വൈക്ക് പകരം എക്സ് റേസ് ടു സൈൻ എക്സ് ഇൻറ്റു ഇത് അതേപോലെ തന്നെ എഴുതുക സൈൻ എക്സ്
by x plus log x into cos x. ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് dy by dx if y equal to x raised to x. y equal to x raised to x ആയാൽ dy by dx കണ്ടുപിടിക്കുക. ഇനി ഇവിടെ ഇതും ഫംഗ്ഷൻ ഓഫ് എക്സ്, ഇതും ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ ലോഗരിതം അപ്ലൈ ചെയ്യണം. രണ്ട് സൈഡും ലോഗരിതം അപ്ലൈ ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ലോഗ് എം റൈസ് ടു എൻ പോലെ, ദാറ്റ് ഈസ് എൻ ലോഗ് എം പോലെ, ദാറ്റ് ഈസ് ലോഗ് വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് എഴുതാം. ഇതിന് ഏത് റൂളായി? ഇതും എക്സിലുള്ള ഫംഗ്ഷൻ, ഇതും എക്സിലുള്ള ഫംഗ്ഷൻ. പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഈ സൈഡോ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വൈ. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ആയിരുന്നെങ്കിൽ 1/x എന്ന് എഴുതിയേ. അപ്പോൾ ഇത് 1/y ഇൻറ്റു dy by dx എന്ന് എഴുതാം. എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് 1/x പ്ലസ് log x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1, ദാറ്റ് ഈസ് x/x 1 പ്ലസ് log x 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്നാണല്ലോ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് മാത്രം ഒരു സൈഡിൽ നിർത്തുക. ദാറ്റ് ഈസ് ഇപ്പം നമുക്ക് കിട്ടിയത് 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 പ്ലസ് ലോഗ് എക്സ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡി വൈ ബൈ ഡി എക്സ് മാത്രം ഈ സൈഡിൽ നിർത്തിയാലോ. ഈ 1/y എന്നുള്ളത് അപ്പുറത്തോട്ട് പോകുമ്പോൾ y ഇൻറ്റു. ഇനി ആ വൈയെ തിരിച്ചു കൊടുക്കണം, കാരണം y എന്നുള്ളത് എക്സ് റൈസ് ടു എക്സ് ആ. എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് റൈസ് ടു വൈ ഈക്വൽ ടു വൈ റൈസ് ടു എക്സ് ആണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. എക്സ് റൈസ് ടു വൈ ഈക്വൽ ടു വൈ റൈസ് ടു എക്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഇതും എക്സിലുള്ള ഫങ്ഷൻസാണ്, ഇതും എക്സിലുള്ള ഫങ്ഷൻസാണ്. അതുകൊണ്ട് നമ്മൾ ലോഗരിതം എടുക്കണം. ലോഗരിതം ഓഫ് എക്സ് റൈസ് ടു വൈ ഈക്വൽ ടു ലോഗ് ഓഫ് വൈ റൈസ് ടു എക്സ്. ഇത് ഏതുപോലെ? ലോഗ് എം റൈസ് ടു എൻ പോലെ. അതിൻ്റെ വാല്യൂ എൻ ലോഗ് എം ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? വൈ ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് ലോഗ് വൈ. രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ലോഗ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ലോഗ് വൈ. ഇതും എക്സിലുള്ള ഫംഗ്ഷൻ. പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഈക്വൽ ടു. ഇവിടെയും ഇത് രണ്ടും എക്സിലുള്ള ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇനി y ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു dy by dx ഈക്വൽ ടു എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വൈ. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ആയിരുന്നപ്പോൾ 1/x. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വൈ 1/y ഇൻറ്റു dy by dx പ്ലസ് ലോഗ് വൈ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 പ്ലസ് ലോഗ് വൈ. y by x plus log x into dy by dx equal to x by y dy by dx plus log y. dy by dx ആണ് വേണ്ടത്. അപ്പോൾ dy by dx ഉള്ളവരെല്ലാം കൂടി ഇക്വേഷൻ ഒരു സൈഡിലോട്ട് എഴുതുക. ദാറ്റ് ഈസ് log x dy by dx. ഇതും കൂടി ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരിക. മൈനസ് എക്സ് ബൈ വൈ dy by dx ഈക്വൽ ടു log y. ഇത് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് വൈ ബൈ എക്സ്. ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുക്കുക. ലോഗ് എക്സ് മൈനസ് എക്സ് ബൈ വൈ ഈക്വൽ ടു ലോഗ് വൈ മൈനസ് വൈ ബൈ എക്സ്.
ഡി വൈ ബൈ ഡി എക്സ് മാത്രം ഈ സൈഡിൽ നിർത്തുക. ലോഗ് വൈ മൈനസ് വൈ ബൈ എക്സ് ഡിവൈഡഡ് ബൈ, അതായത് ഇൻറ്റു ഈ വാല്യൂ എന്നായിരുന്നു. അപ്പോൾ ഈ വാല്യൂ മുഴുവനും കൂടി ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ബൈ ലോഗ് എക്സ് മൈനസ് എക്സ് ബൈ വൈ.